ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിനത്തിൽ രോഹിത് ശർമ്മയും 2020-ൽ സൂര്യകുമാർ യാദവുമാണ് ക്യാപ്റ്റൻ. ഹാർദിക് പാണ്ഡ്യയെ പാടെ തഴഞ്ഞപ്പോൾ ശുഭ്മാൻ ഗിൽ ഇരു ടീമിന്റെയും വൈസ് ക്യാപ്റ്റനാണ്. മലയാളി താരം സഞ്ജു സാംസൺ 2020-ൽ ഇടം നേടി. ഗൗതം ഗംഭീർ യുഗത്തിലെ ആദ്യ ഇന്ത്യൻ ടീമിൽ നിരവധി സർപ്രൈസുകൾ. ഏകദിനത്തിൽ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനായി തുടരുമ്പോൾ 2020 ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും. രോഹിത് ശർമ്മയ്ക്ക് ശേഷം പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുമെന്ന് കരുതിയിരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലുമില്ല. ശുഭ്മാൻ ഗില്ലാണ് ഇരു ടീമിന്റെയും ഉപനായകൻ. ഏകദിന ടീമിലേക്ക് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും KL രാഹുലും തിരിച്ചെത്തിയപ്പോൾ അച്ചടക്ക നടപടിക്ക് ശേഷം ശ്രേയസ് അയ്യരും പരിക്കിന് ശേഷം ഋഷഭ് പന്തും മടങ്ങിയെത്തി. സഞ്ജു സാംസൺ 2020 ടീമിൽ തുടരുമെങ്കിലും ഏകദിന ടീമിൽ ഇടമില്ല. ഇന്ത്യ അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. അതേസമയം ഒറ്റ ഏകദിനം മാത്രം കളിച്ച ശിവൻ ദുബേക്കും അരങ്ങേറ്റത്തിന് റിയാൻ പരാഗിനും അവസരമുണ്ട്. ഈ രണ്ടുപേരും 2020 ടീമിലുമുണ്ട്. രവി ബിഷ്ണോയും വാഷിംഗ്ടൺ സുന്ദറും 2020 ടീമിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോകകപ്പ് ടീമിന്റെ ഭാഗമായിരുന്ന യുസ്വേന്ദ്ര ചഹൽ പുറത്തായി. രവീന്ദ്ര ജഡേജ രണ്ട് ടീമിലും ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്, ഖലീൽ അഹമ്മദ് പേസ് ത്രയമാണ് ഇരു ഫോർമാറ്റിലും. ഏകദിനത്തിനുള്ള പേസ് നിരയിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം ഹർഷിത് റാണയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24.